കഴിഞ്ഞ 75 വർഷം സജീവമായി സാഹിത്യരംഗത്ത് നിലകൊള്ളുന്നു എന്നുള്ളതും തലയെടുപ്പോടെ നിൽക്കുന്നു എന്നുള്ളതും അതൊരു അത്ഭുതകരമായ നേട്ടമായിട്ട് കാണും. തലയെടുപ്പോടെ നിൽക്കുന്നത് ജന്മന അങ്ങനെയായി ഒരുത്തരെയും ലോക സാഹിത്യ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു 90 കഴിഞ്ഞവനൊക്കെ എഴുതുന്ന അനുഭവം ഞാൻ എവിടെയും ഇല്ല കേട്ടിട്ടില്ല. ഞാൻ എവിടെയും അത് മലയാളത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. ഞാൻ ശകലം ധിക്കാരിയാണ്. എൻ്റെ സാഹിത്യത്തിലെ ആദർശ പുരുഷൻ കുമാരനാശാന്. സത്യത്തിൽ ഞാൻ അവിടെ എത്തുമ്പോൾ കരഞ്ഞുപോയി. ലിറ്ററലി വെപ്റ്റ്. പെട്ടെന്ന് ഈ യുവതി സുന്ദരിയാണ് ചോദിച്ചു, ഈ കഥകളൊക്കെ എഴുതിയ അങ്ങയുടെ കയ്യിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. ഇത് പറഞ്ഞ് യെസ് ഓർ നോ കേൾക്കാതെ അവർ കൈപിടിച്ചു. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ആരും ശൂന്യതയിൽ നിന്ന് പിറക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഈ ആദ്യകാലത്ത് അങ്ങ് എഴുതി തുടങ്ങുമ്പോൾ ഉണ്ടായ പ്രസാധകരുടെ മനോഭാവം, അവരുടെ നിലപാടുകൾ, അതിനെപ്പറ്റി എന്താ? അത് പല എഴുത്തുകാരും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്, ഒരു കടമ്പയാണ്. അങ്ങയുടെ അനുഭവം എന്തായിരുന്നു? എനിക്ക് ഭാഗ്യവശാൽ ഈ ബുക്ക് പബ്ലിഷിങ്ങിൻ്റെ അല്ല, ഇപ്പം കഥകൾ എഴുതിയിട്ട് ആദ്യം കഥ പബ്ലിഷ് ചെയ്യുമല്ലോ. മാതൃഭൂമി മാത്രമാണ് പിന്നെ കിട്ടുന്ന മുറക്ക് തന്നെ അങ്ങ് തിരിച്ചയക്കും. അതൊരു ചടങ്ങ് പോലെയാണ്, ഒരു മതപരമായ ഒരു ചടങ്ങ് പോലെയാണ്. പക്ഷെ അതേ സമയത്ത് മലയാളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ സാഹിത്യ മാസിക മംഗളോദയം വരെ ഒരു വിഷമവും ഇല്ലാണ്ട് സ്വീകരിക്കും. ഒരു വിഷമവും ഇല്ലാണ്ട്. എന്തുമാത്രമല്ല, മംഗളോദയവും മറ്റും ചുരുക്കം പേരുടെ പേരെ കവറിലിടും. ചുരുക്കം പേരുടെ. ഈ ലക്കത്തിലെ പ്രധാന ലേഖകന്മാർ എ ബാലകൃഷ്ണപിള്ള കേസരി, കുട്ടിക്കൃഷ്ണമാറ, ജോസഫ് മുണ്ടശ്ശേരി, എസ് ഗുപ്തൻ ദായം. ഒരു അന്നത്തെ ഞാൻ 1998 അവർ കൂട്ടത്തിൽ ടി പത്മനാഭനുണ്ട്. വയസ്സ് പിന്നെ 18 വയസ്സ് പത്മനാഭനുണ്ട്. പക്ഷെ മാതൃഭൂമി കിട്ടില്ല. മാതൃഭൂമിയിലാണ് പക്ഷെ കൂടുതൽ എഴുതിയിരിക്കുന്നത് കഥകൾ. എങ്ങനെയാ പറയാം, വലിയ സങ്കടവും ദേഷ്യവും ഒക്കെ വരും. കഥ വന്നു എന്ന് നോക്കാൻ അവിടുത്തെ പ്രധാന ന്യൂസ് ചാനലിൽ പോയി നോക്കുകയും ചെയ്യില്ല. 1950 മംഗലാപുരം മുഴുവൻ ഒരു വസൂരി സ്മോൾ പോക്സിൻ്റെ കയ്യിലാത്ത അവർ. ടൗണിൽ ഇവിടെ പാറ്റ ചത്ത് വീഴുന്ന മാതിരി ശവം വീതിച്ചുണ്ടാവും. അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു ഐസൊലേഷൻ ഹോസ്പിറ്റലിട്ട്, അത് ഉറുവ എന്ന കടൽ തീരത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെയാണ് മുനിസിപ്പാലിറ്റിയുടെ ഐസൊലേഷൻ വന്നത്. എന്നെ അവിടെ കൊണ്ടുപോയി. സത്യത്തിൽ ഞാൻ അവിടെ എത്തുമ്പോൾ കരഞ്ഞുപോയി. ലിറ്ററലി വെപ്റ്റ്. കാരണം ഭേദപ്പെട്ടവരാരും പോവില്ല. സ്വകാര്യമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്യാതെ നിൽക്കും. പാവങ്ങളൊന്നുമില്ലാത്തവർ ആ കോർപ്പറേഷൻ പിടിച്ച് ലോറിയിലിട്ട് അവിടെ കൊണ്ടുപോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ കരഞ്ഞുപോയി. ഇത് കണ്ടിട്ട് അവിടെ ആഴ്ചയിൽ ഒരിക്കൽ മറ്റോ ഡോക്ടർ വരുള്ളൂ. അങ്ങനെ കാര്യമായ ചികിത്സയൊന്നുമില്ല. ഒരു കമ്പൗണ്ടർ, അയാളുടെ ഭാര്യ, കമ്പൗണ്ടർ അനിയത്തി, ഇവരൊക്കെ കൂടിയിട്ടാണ് ഇവരെ നോക്കുന്നത്. ചാർലി എനിക്ക് ഓർമ്മയുണ്ട്. ഇത്ര കാലം കഴിഞ്ഞ് അങ്ങേയറ്റം ദയുള്ളൊരു കുടുംബം. അവർ നോക്കി അന്നത്തെ അനുഭവം വെച്ചിട്ട് ത്യാഗത്തിൻ്റെ രൂപങ്ങൾ എന്ന് പറഞ്ഞൊരു കഥ എഴുതി. ഈ കഥ 1950 സ്ക്രിപ്റ്റുമായിട്ട് എനിക്ക് വേറൊരു ആവശ്യത്തിന് കോഴിക്കോട്ട് പോകുന്നു. വേറൊരു ആവശ്യത്തിന് ഞാൻ ഈ സ്ക്രിപ്റ്റ് കയ്യിലെടുത്തു. മാതൃഭൂമി ഓഫീസിൽ ആദ്യമായിട്ട് കയറി ചെന്ന്. അന്ന് കെ എ ദാമോദര മേനോനാണ് എഡിറ്റർ. അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നു. ഒരു പയ്യൻ, അന്നും കതറാണ്ട്, ഒരു പയ്യൻ. അദ്ദേഹം എന്തോ എഴുതുക, ഒന്നും തലയുയർത്തി നോക്കി ഒന്നും ചോദിച്ചില്ല. ഞാൻ ഈ സ്ക്രിപ്റ്റ് ദാമോദര മേനോൻ്റെ മേശപ്പുറത്ത് വെച്ചു. ദാമോദര മേനോൻ വിചാരിച്ചാണ് പുതുതായി വന്ന ഒരു ഓഫീസ് ബോയ് ആയിരിക്കുന്നത്. പക്ഷേ അടുത്ത ആഴ്ച കഥ വന്നു.
അതിനുശേഷം ഇന്ന് വരെ ഒരു വർഷം പോയില്ല. ഏതായാലും 1948 തുടങ്ങിയ ജൈത്രയാത്ര 75 വർഷം നീണ്ടു നിന്ന എഴുത്ത്, ഏതാണ്ട് ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുൻപ് വരെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ചെറിയ കഥ കൂടി എന്ന് കഥ പ്രസിദ്ധീകരിച്ചു വന്നു. അപ്പോൾ ഇത്രയും തുടർച്ചയായിട്ട് 75 വർഷം തുടർച്ചയായിട്ട് ലൈവായി നിൽക്കാൻ വേണ്ടി അല്ല, ഞാൻ ഫീൽഡിൽ നിന്ന് ഔട്ടാവാതെ ഞാൻ ബഷീർ സാഹിബിനോട് വേറൊന്ന് പറയാം. വരുന്ന ഓണപ്പതിപ്പ് ഓണം ഓണപ്പതിപ്പ് ഇറങ്ങാൻ പോകുന്നു. കഥയങ്ങ് അയച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലൈവായി 75 വർഷം ലൈവായിട്ട് ഒരു ഇടതടവില്ലാതെ അല്ലെങ്കിൽ ബ്രേക്കില്ലാതെ അല്ലെങ്കിൽ അനുസ്യൂതം തുടരുകയാണ് ആ യാത്ര. ആ ഭാഗ്യം മലയാളത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അങ്ങയുടെ അറിവിൽ? ഇല്ല. ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. എനിക്ക് 94 വയസ്സാണ്. ലോക ചരിത്രത്തിൽ, ലോക സാഹിത്യ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു 90 കഴിഞ്ഞവനൊക്കെ എഴുതുന്ന അനുഭവം ഞാൻ എവിടെയും ഇല്ല കേട്ടിട്ടില്ല. ഞാൻ എവിടെയും അത് മലയാളത്തിൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞാൽ എത്ര പേര് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, അംഗീകാരത്തിൻ്റെ വിഷയം വേറെ, പലർക്കും പല മനോഭാവമായിരിക്കും. എനിക്ക് ഇപ്പോഴും പിന്നെ എൻ്റെ വിശ്വാസം വലിയ മികച്ചതല്ലെങ്കിലും അത്ര മോശമല്ല. ഏതായാലും ഇപ്പോൾ ഇനിയും വരാൻ പോവുകയാണ് കഥകളും. ഇപ്പോൾ ഓണപ്പതിപ്പിലേക്ക് ഒരെണ്ണാണോ വരാൻ പോകുന്നത്? ആദ്യത്തത് തുടർന്നിട്ട് മനോരമയിൽ ഇത് മനസ്സിൽ റെഡിയാണ്. ഓക്കെ. ചെറുകഥ ആണ് അങ്ങയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചെറുകഥ മാത്രമേ എഴുതുകയുള്ളൂ. കവിതകൾ എഴുതിയിട്ടില്ല, നോവൽ എഴുതിയിട്ടില്ല, സഞ്ചാര സാഹിത്യം എഴുതിയിട്ടുണ്ടോ? ആത്മകഥ എഴുതിയിട്ടില്ല. അപ്പോൾ നോവൽ എന്തുകൊണ്ട് പരീക്ഷിച്ചില്ല? 2 കാര്യമാണ്. ഒന്ന്, ഞാൻ ക്ഷമയില്ലാത്തവനാണ്, ചെറുപ്പത്തിലുമില്ല. പക്ഷേ ഇത്രയേറെ പുസ്തകങ്ങൾ അങ്ങ് എഴുതിയിട്ടുണ്ടല്ലോ, ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ഷമയില്ലാതെ ഇത്രയും വലിയ ഗ്രന്ഥങ്ങൾ, ഇത്രയും പുസ്തകങ്ങൾ എഴുതാൻ പറ്റുമോ? അങ്ങനെയല്ല, ഒരു കഥ എഴുതുക എന്ന് പറഞ്ഞാൽ ആ സമയ ദൈർഘ്യത്തിൻ്റെ ക്ഷമയാണോ എനിക്ക് ക്ഷമ കിട്ടൂല. പിന്നെ രണ്ടാമത്തെ നോവൽ എഴുതാത്തത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തത്, ഞാൻ ശകലം ധിക്കാരിയാണ്. എൻ്റെ സാഹിത്യത്തിലെ ആദർശ പുരുഷൻ കുമാരനാശാൻ്റെ കാലത്ത് മഹാകാവ്യം എഴുതിയാലേ മഹാകവിയാവുള്ളൂ. ഉള്ളൂർ ഉമാകേരൻ എഴുതി സാമാന്യം നല്ല ഒരു കാവ്യമാണ്. അതിൽ പല ശ്ലോകങ്ങളും എനിക്ക് ഹൃദിസ്ഥ. വള്ളത്തോളും വിഷമിച്ചിട്ടൊന്ന് എഴുതി, അതിൻ്റെ പേര് ആർക്കും അറിയില്ല, പേര് തന്നെ ആർക്കും അറിയില്ല. എന്നാലും മഹാകവി ആവണമെങ്കിൽ ഇത് എഴുതണം. ആദ്യത്തെ ശ്ലോകം, ധരാതലത്തിൽ ധനപുഷ്ടിയാർജിച്ചൊരാജ്യ ദേശം നിഷദാഭിധാനം എന്നൊക്കെ. എനിക്കെന്തോ അതൊക്കെ ഓർമ്മ വന്നതാണ്. ഇല്ല, അന്നേരം അവരുടെ ഇടയിൽ നിന്നിട്ട ഈ കുമാരനാശാൻ പറഞ്ഞു, മനസ്സിൽ വിചാരിച്ചതല്ല, പറഞ്ഞു, ഞാൻ മഹാകാവ്യം എഴുതിയില്ല, ഞാൻ ചെറിയ കവിത എഴുതും, എന്നിട്ട് ഇവരെ കൊണ്ടൊക്കെ എന്നെ മഹാകവി എന്ന് വിളിപ്പിക്കും എന്ന്. എനിക്ക് പലതിലും കുമാരനാശാനുമായിട്ടൊരു ആശയപ്പൊരുത്തമുണ്ട്. KP അപ്പൻ ഒരു ലേഖനത്തിൽ എന്നെയും കുമാരനാശാനെയും താരതമ്യപ്പെടുത്തി, ജീവിത വീക്ഷണം താരതമ്യപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ധിക്കാരം ഞാനിത് എഴുതുന്നില്ല. പുതിയ കാലത്തെ മഹാകാവ്യ നോവൽ, ഇപ്പം ഒരു കവിയും നോവൽ മഹാകാവ്യം എഴുതുന്നില്ല. പുതിയ കാലത്തെ ഇത് എൻ്റെ ഇടയിൽ ചോദിക്കാം. ഇപ്പോൾ മഹാകാവ്യങ്ങൾ ഒരുപാട് ഉണ്ട്, മഹാകവികളുണ്ട്. ഇത് വായിച്ച ആളുകളിൽ എത്രയോട്ടം? പഠിക്കാനായിട്ട് ചില ഏതെങ്കിലും ഭാഗങ്ങൾ അടർത്തിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്, അല്ലാതെ ഒരു ആസ്വാദനത്തിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു വായനക്കാർ അതിനുണ്ടോ? വായിക്കാറില്ല. അപ്പം എന്തുകൊണ്ടാണ് മഹാകാവ്യം എന്നൊക്കെ, കണ്ടകാവ്യം എന്നൊക്കെ അതിനെ? ഞാനിപ്പോഴും വായിക്കാറുണ്ട്. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ സമ്പൂർണ്ണം എൻ്റെ അടുക്കിയാണ്, ഞാൻ വായിക്കാറുമുണ്ട്. രാമായണം ആരും വായിക്കുന്നത്? എല്ലാവരും വാങ്ങി വീട്ടിൽ വയ്ക്കാറുണ്ട്. എല്ലാവരും വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും അതിനെക്കുറിച്ച് പഠിക്കാറുണ്ട്, പഠനങ്ങൾ എഴുതുന്നുണ്ട്, നിരൂപണം എഴുതുന്നുണ്ട്? കൂടുതൽ ആളുകൾ വായിക്കുന്ന ഒരു മേഖലയാണോ ഈ മഹാകാവ്യങ്ങളും ഖണ്ഡകാവ്യങ്ങളും? ഇന്ന് ചെറുത് തന്നെ അവനോൻ്റെതല്ലാണ്ട് വേറെ ആരത് വായിക്കുന്നു?
അത് പിന്നെ അടുത്ത ഒരു ഇത് അന്യഭാഷ കൃതി അത്യാവശ്യം വായിക്കാറുണ്ടെന്ന് പറഞ്ഞു. അന്യഭാഷാ കൃതികൾ ധാരാളം അല്ല, ഇംഗ്ലീഷിൽ തർജ്ജമ വന്നത് വായിക്കും. ധാരാളം. ഈ വെർജീനിയ വോൾഫ്, ജെയിംസ് ജോസ്, അതൊക്കെ ധാരാളം, അവരുടെയൊക്കെ ധാരാളം പുസ്തകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടോ അവർ? എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ അങ്ങേയറ്റം ഞാൻ ഇഷ്ടപ്പെട്ടു അവരെ. പ്രത്യേകിച്ച് വെർജീനിയ വോൾഫിനെയാണ്. അവരുടെ ജീവിതം, അവരുടെ ഭാഷ, വേവ്സ് എന്ന് പറഞ്ഞ അവരുടെ അതെ. നോവല്, അത് ഗദ്യത്തിൽ എഴുതിയാലും അതിമനോഹരമായ കവിതയാണ്. അതിമനോഹരമായ കവിതയാണ്. അങ്ങേയറ്റം ഇഷ്ടമാണ്. ഈ അത്ഭുതകരം എന്ന് പറയാവുന്ന നേട്ടങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? ഇല്ലപ്പാ. ഒന്നും ഉണ്ടായിട്ടില്ല. ഉം. അപ്പോൾ ഇതൊരു അത്ഭുതമല്ലേ? അതായത് കഴിഞ്ഞ 75 വർഷം സജീവമായി സാഹിത്യരംഗത്ത് നിലകൊള്ളുന്നു എന്നുള്ളതും തലയെടുപ്പോടെ നിൽക്കുന്നു എന്നുള്ളതും അതൊരു അത്ഭുതകരമായ നേട്ടമായിട്ട് കാണും. തലയെടുപ്പോടെ നിൽക്കുന്നത് ജന്മന അങ്ങനെയായി. ഒരുത്തനെയും ജീവിതത്തിൽ ഒരുത്തനെയും ഓ സാർ, ശത്രുക്കൾ അങ്ങേക്ക് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നതിനോട് ശത്രുക്കൾ ധാരാളമുണ്ട് അല്ലേ? ഇടിപ്പത. അതിൽ സങ്കടപ്പെടാറുണ്ട്. ഇല്ല, തീരെ ഇല്ല. ഒരു ശത്രുവിനെ ഉണ്ടാക്കിയിട്ടില്ല. അന്ന് രാത്രി സുഖമായി കിടന്നുറക്കാൻ കഴിയില്ല. ഞാൻ ഉള്ളത് പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ. അതുപോലെ ഈ അങ്ങയുടെ ഈ കഥയിലെ ഒരു തീരുമാനങ്ങൾ, ചില കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് പ്രവേശിക്കാതെ അയാളുടെ ഹൃദയഭിത്തിക്ക് പുറത്ത് നിന്നുകൊണ്ടുള്ള അയാളുടെ വക്താവാകാൻ ശ്രമിക്കുന്നതാണ് മിക്കവരും കണ്ടുവരുന്നത്. ഈ അങ്ങ് ഒരു കഥാപാത്രത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ആ കഥാപാത്രം തന്നെയായി മാറുകയാണ്. കുറേയൊക്കെ അങ്ങനെയാണ്. കുറേയൊക്കെ അത് സ്വന്തം അനുഭവങ്ങൾ മാത്രമാണോ അപ്പോൾ? ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് സാർ പറഞ്ഞ പോലെയാണ്. അതുകൊണ്ടായിരിക്കുമോ അത് കൂടുതലും നമുക്ക് എന്നും പച്ചയോടെ നിൽക്കാൻ കഴിയുന്നത്? അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആയിക്കൂടായികയില്ല. അതുപോലെ ഈ രൂപം, ഭാവം, അങ്ങ് ഏതിലാണ് വിശ്വസിക്കുന്നത്? അതോ രണ്ടിലും വിശ്വസിക്കുന്നുണ്ട്? രൂപത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ ഭാവത്തിൽ? ഭാവമാണ് പ്രധാനം. ഭാവം ആണ് പ്രധാനമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അത് എന്താണ് അങ്ങനെ ഒരു പ്രധാനമെന്ന് പറയാൻ കാരണം? കണ്ടൻ്റാണോ പ്രധാനം, അല്ല കണ്ടെയ്നറാണ്? കണ്ടൻ്റ് അല്ലേ? കണ്ടെയ്നർ അല്ലല്ലോ. ദാറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. അതുപോലെ ഈ കഥാപാത്രങ്ങളിലെ ഈ വിചിത്രമായ അവരുടെ അനുഭൂതി മണ്ഡലത്തിലേക്ക് വായനക്കാരെ കടത്തിവിടുക എന്ന രീതിയിലുള്ള അങ്ങയെക്കുറിച്ച് പലരും പരാമർശിച്ച് പലയിടത്തും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു എഴുത്തിൻ്റെ ഗതി മാറി ചിന്തിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട്. സ്വന്തം അനുഭവം അല്ലാതെ മറ്റുള്ളവരുടെ അനുഭവത്തിലേക്ക് എത്തി നോക്കി താരതമ്യം ചെയ്ത് പഠനം നടത്തി അങ്ങനെ ഒരു എഴുത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? വളരെ കുറച്ചാണ് അത്തരം. വളരെ ഒരു 95% എൻ്റേത് തന്നെയാണ്. ചില കഥകൾ ഇപ്പോൾ പകുതി പറഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. മിക്കതും അങ്ങനെയാണ്. പകുതി പറഞ്ഞു നിർത്തുമ്പോൾ ബാക്കി ദുർഗ്രഹതയൊന്നുമില്ല. വളരെ ലളിതമായ സരളമായ ഭാഷ ഉപയോഗിക്കുന്നു. വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അവശേഷിച്ച ഭാഗം അങ്ങ് എഴുതിയില്ലെങ്കിലും അത് വായനക്കാരിലേക്ക്, അനുവാചിലേക്ക്. അതുകൊണ്ടാണോ കഥ തീരുമ്പോൾ ഒരു വാനമ്പാടി പറക്കുന്നു എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞതല്ല, ഒരു പത്രാധിപർ പറഞ്ഞതാണ്. അത് തന്നെയാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ വന്നത്. ഓക്കെ. അതുപോലെ ഒരു കഥ നമ്മൾ എഴുതി തുടങ്ങുന്നു, അനുവാചനയും കൂട്ടി അല്പദൂരം നടക്കുന്നു, എന്നിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയോ എന്ന് നോക്കും. പിന്നീട് ആ കഥ താങ്കളെ സംബന്ധിച്ചിടത്തോളം തീർന്നതായി പ്രഖ്യാപിക്കുന്നു. എന്നാൽ അവശേഷിച്ച ഭാഗം അഥവാ കഥ യഥാർത്ഥത്തിൽ തീരുന്നത് സഹൃദയനായ ഒരു വായനക്കാരിലാണ്. ഈ പ്രക്രിയ മറ്റുള്ള മലയാളത്തിലെ മറ്റെഴുത്തുകാരിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട്? ആരുടെയെങ്കിലും സമാനമായ ഒരു രീതി? എന്തുകൊണ്ടാണ് പല വിമർശകരും അങ്ങേക്കുണ്ട്, ഒരുപാട് ശത്രുക്കളുണ്ട് എന്നൊക്കെ നേരത്തെ പറഞ്ഞു. പക്ഷേ അങ്ങേ വായിക്കാൻ ആളുകൾ കൂടിക്കൂടി വരികയും ചെയ്യും. അങ്ങയുടെ വായനക്കാർ കൂടുതലാണ്. പുസ്തകം ഇപ്പോഴും അന്വേഷിച്ച് ആളുകൾ പോകുന്നുണ്ട്. കഥ തേടി പിടിച്ച് വായിക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങയുടെ കഥകൾ അയച്ചു കൊടുത്താൽ
എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും വളരെ പ്രാമുഖ്യത്തോടു കൂടി ആദ്യത്തെ കഥയായിട്ട് പ്രഖ്യാപിക്കും. ഏറ്റവും വലിയ റെമ്യൂണറേഷനും തരുന്നു. നല്ല റെമ്യൂണറേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരേ സമയം ഒരു വലിയൊരു പക്ഷം അംഗീകാരം നൽകുകയും അതേസമയം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണോ വിചാരിക്കുന്നത്? ഞാൻ പറഞ്ഞതാ എഴുതിയിട്ട് എവിടെ എത്താത്ത എത്രയോ ആൾക്കാർ, ആണും പെണ്ണും എല്ലാ നാട്ടിലും ഉണ്ടാവും. ഇവിടെ തിരുവനന്തപുരത്തെ എഴുത്തുകാരി, പേര് ഞാൻ പറയുന്നില്ല, ഒരു വിരോധവുമില്ല നമ്മൾ തമ്മിൽ. അവർ 2-3 കൊല്ലം മുമ്പേ ടെലിവിഷനിൽ എന്നെക്കുറിച്ച് പത്മനാഭൻ്റെ ഒരു കഥ വായിച്ചാൽ മതി, എല്ലാ കഥയും ഒരുപോലെ. എനിക്ക് അവരോട് ഒരു വിരോധവും ഇല്ല. കാരണം സഹതാപമുണ്ട്. എത്രയോ കാലമായി എഴുതുന്ന എവിടെ ഇകറ്റവരാ. പിന്നെ വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ, എഴുതാൻ തുടങ്ങിയ കാലം മുതൽ മലയാളത്തിലെ മികച്ച വിമർശകർ എന്ന് പറയുന്നവരൊക്കെ മുക്തകണ്ഠം പുകഴ്ത്തിയിട്ടുണ്ട്. മുക്തകണ്ഠം, എ ബാലകൃഷ്ണപിള്ള, കേസരി പുകഴ്ത്തി. അന്ന് എനിക്ക് 18 വയസ്സുള്ളപ്പോൾ ആണ് പുകഴ്ത്തിയത് അദ്ദേഹം. പിന്നെ എം പി ശങ്കുണ്ണി നായർ, അഭിഭാഷക വൃത്തി നോക്കുന്ന ഈ ചെറുപ്പക്കാരൻ തൻ്റെ കഥകൾ ലോകോത്തരങ്ങളാണെന്ന് പറയുന്നത് വെറും ഭോഷ്കല്ല താനും. അങ്ങനെ പറഞ്ഞു. മാധവിക്കുട്ടിയെക്കുറിച്ച് ഇപ്പോഴും കണ്ടമാനം പുസ്തകങ്ങൾ വരുന്നു, പഠനങ്ങൾ വരുന്നു. പക്ഷെ ഒരു കാര്യം ഈ എഴുതുന്നവരൊക്കെ മറച്ചു വെക്കും. മാധവിക്കുട്ടിയായിട്ട് ഒരു പരിചയവും ഇല്ലാത്ത കാലത്ത്, ഒരു പരിചയവുമില്ല, കണ്ടിട്ടില്ല. അവരെഴുതി പതിവ് പോലെ എഴുതിയതാണ്, പറഞ്ഞതല്ല. പതിവ് പോലെ വിശേഷാൽ പതിപ്പുകളൊക്കെ വന്നു. ഓണക്കാലം എല്ലാറ്റിലും ഒന്നാമൻ പത്മനാഭൻ തന്നെ. ഗുരുവായൂർ കേശവൻ ആദ്യം, ബാക്കി എല്ലാ ആനകളും പിറകിൽ. എനിക്ക് ഈ ജന്മത്തിൽ പത്മനാഭൻ്റെ ഔന്നത്യം കിട്ടിയില്ല. ഇപ്പോൾ ഒരു പ്രാർത്ഥനയുള്ളൂ, അടുത്ത ജന്മത്തിലെങ്കിലും ഈ ഔന്നത്യം എനിക്ക് തട്ടിയെടുക്കണം. അത് എഴുതുക. ഇത് ഒരുത്തനും ഒരുത്തിയും മാധവിക്കുട്ടിയെക്കുറിച്ച് എഴുതുന്ന പുസ്തകത്തിലോ പഠനത്തിലോ പറയില്ല. അത് കുറച്ച് വിഷമമായിരുന്നു. ഞാനിത് കണ്ട് ചിരിക്കുകയും ഞാനിത് കണ്ടിട്ടു. ഈ അനുവാചകരിൽ അങ്ങേയറ്റം ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു എഴുത്തുകാരനാണ് താങ്കൾ. അനുവാചകരിലുള്ള ആ വിശ്വാസം ഇപ്പോഴും ശക്തമായി. അതെങ്ങനെയാണ് പറ്റുക? ഇന്നലെ വരുമ്പോൾ പ്ലെയിനിൽ നിന്ന് ബസ്സിൽ നമ്മൾ അവിടത്തേക്ക് പോയി എന്നിട്ടാണല്ലോ കയറുക. ആണുങ്ങളും പെണ്ണുങ്ങളും കൈ പിടിക്കുക മാത്രമല്ല, കാല് പിടിച്ച് ഇതാക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഈ ഷാർജയിലെ പുസ്തകോത്സവത്തിന് പോയപ്പോൾ അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരി, നമ്മൾ ഇൻ്റർവ്യൂസും ഇതുമൊക്കെ കഴിഞ്ഞ് ചോദ്യോത്തരം കഴിഞ്ഞ് പുസ്തകത്തിൽ ഒപ്പിടാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഷാർജ പുസ്തകോത്സവം. ആ സ്ത്രീയുടെ ഭർത്താവ്, ഒരു കൊച്ചുമകൾ അല്ലാതെ. പെട്ടെന്ന് ഈ യുവതി, സുന്ദരിയാണ്, ചോദിച്ചു, ഈ കഥകളൊക്കെ എഴുതിയ അങ്ങയുടെ കയ്യിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. ഇത് പറഞ്ഞ് യെസ് ഓർ നോ കേൾക്കാതെ അവർ കൈപിടിച്ചുണ്ട്. ഒരിക്കൽ തൃശ്ശൂരിൽ നിന്ന് രാത്രി രാമനിലയത്തിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഓട്ടോയില, ഞാനൊന്ന് ഈ കൈ പിടിച്ചോട്ടെ, ഈ കഥകളൊക്കെ എഴുതിയ കൈ. എറണാകുളത്ത് നിന്ന് ഒരു ഓട്ടോ ഡ്രൈവർ, മധ്യവയസ്കൻ, ഞാൻ ഒരാശുപത്രിയിൽ സുഹൃത്തിനെ കാണാൻ പോകുന്നു. ഇറങ്ങാനാവുമ്പോൾ ഒന്ന് കൈപിടിച്ച് അമർത്തി, പൈസ വാങ്ങിയില്ല, നിങ്ങളെ തന്നെ എൻ്റെ വണ്ടിയിൽ കയറ്റാൻ കഴിഞ്ഞത് എൻ്റെ പാട്ട്. ഇത്തരത്തിലുള്ള 100 കൂട്ടം അനുഭവം. അപ്പോൾ ആ കാലത്ത് ആരാധികമാരുണ്ടായിരുന്നു. കോളേജ് കാലത്തൊക്കെ എഴുതുമ്പോൾ കഥ എഴുത്തുകാരൻ എന്നൊക്കെ രീതിയിൽ. കോളേജ് കാലത്ത് ആരാധിക എന്ന് പറയാൻ പറ്റില്ല. എന്നാ വളരെ മതിപ്പും സ്നേഹവുമുള്ള കുറേ സുഹൃത്ത് വലയങ്ങളുണ്ട്. ഈ താങ്കളുടെ അന്ന് ഞാൻ ഇതുപോലെ ഉണങ്ങിയിട്ടൊന്നുമല്ല, ഓരോ ഭേദം. താങ്കളുടെ കഥയെപ്പറ്റി ഞാൻ വായിച്ച ഒരു കാര്യം, ഈ കവിതയുടെ അടുത്തേക്ക് താങ്കളുടെ കഥയുടെ തോണി അടുപ്പിക്കുന്ന ഒരു ശൈലി താങ്കൾ എടുക്കുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. ഈ കവിതയും കഥയും തമ്മിലുള്ള ഈ ഒരു ആത്മബന്ധത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരാൻ കഴിയുന്നത്? എങ്ങനെയാണ് ആ തുഴച്ചിൽ വിദ്യ എന്താ എന്ന് പറയാൻ പറ്റും? ഇത് മനഃപൂർവ്വമല്ല. ഇപ്പം
ലോകത്തിലെ ആദ്യത്തെ സാഹിത്യ രൂപം കവിതയാണ്. ആദ്യത്തെ എല്ലാ ഭാഷയിലും ആദ്യത്തത്. ബാലറ്റ്സും അതും ഇതുമൊക്കെ വന്ന് കുറേ കഴിഞ്ഞിട്ട ഗദ്യം വരുന്നത്. പിന്നെ ഞാൻ അന്നും ഇന്നും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കവിതയാണ്. ഇപ്പോഴത്തെ അവരുടെ കവിതയല്ല. ഞാൻ ഈ ആശാനെ പോലത്തെ, ഉള്ളൂരിനെ പോലത്തെ, പിന്നെ വള്ളത്തോളുണ്ട്, പിന്നെ അങ്ങനെ ഒരുപടി എടശ്ശേരിയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യ രൂപം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എൻ്റെ കഥകളിൽ ഞാൻ പലപ്പോഴും സുദീർഘമായിട്ട് കവിതകൾ കോട്ട് ചെയ്യും. വേറെ ഒരാളും ലോകം ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളത് കോട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ല. 4-5 ശ്ലോകങ്ങൾ ആശാൻ്റെതും മറ്റും ഞാൻ കഥകളിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിരാമൻ നായരുന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ സമയത്ത് വരുമ്പോൾ ഞാനങ്ങ് ചെയ്തു പോകും. ഇപ്പം മരയ എന്ന കഥ അതും ഒരു പ്രണയകഥയാണ്. വളരെയധികം പോപ്പുലറായിട്ടുള്ള, വളരെയധികം പോപ്പുലർ. അതിലത്ര സുന്ദരനാണ് ഞാൻ. ഇതാണ് അത് ഒന്നാം തരം ജവാനല്ലേ, മുമ്പൊക്കെ ഇട്ട്. അപ്പോൾ അതിൽ തന്നെ ഇംഗ്ലീഷ് കവിതയാണ് ആൽഫ്രഡ് നോയ്സിൻ്റെ ദ ഹൈവേമാൻ എന്ന ഇംഗ്ലീഷ് കവിതയാണ് കോട്ട് ചെയ്തത്. ദ ഹൈവേമാൻ കെയിം റൈഡിങ് റൈഡിങ് റൈഡിങ്, ഐ വിൽ വെയിറ്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ. അങ്ങനെ തന്നെ അത് മനസ്സിൽ കവിത അത്രമാത്രമുണ്ട്. ഒരു പൂമൊട്ട് വിരിഞ്ഞ് കാലാന്തരത്തിലൊരു വലിയ സുഗന്ധമുള്ള വലിയ പുഷ്പമായി തീരുകയാണ്. അതാണ് ഒരു കഥയുടെ പ്രക്രിയ, അല്ലെങ്കിൽ എഴുത്തിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നുണ്ട്. ഈ മുള്ളുകൾ വായനക്കാർക്കെതിരെ അല്ലെങ്കിൽ അനുവാചകനെതിരെ മുള്ളുകൾ എന്തെങ്കിലും ഉണ്ടോ കഥയിൽ? ഏതെങ്കിലും കഥകളിലുണ്ടോ? അതായത് ഒരു വീക്ഷണത്തിൻ്റെ ഭാഗമായി ഈ സുഗന്ധം പരത്തുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്രകാശം പരത്തുമ്പോൾ തന്നെ മുള്ളുകളോ അല്ലെങ്കിൽ ഇരുട്ടോ അടങ്ങിയിട്ടുണ്ടോ? ചില പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട്, ചില സമീപനങ്ങളോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എങ്ങാണ്ടും ഉണ്ട്. ഞാൻ അങ്ങനെ മുള്ളുകളെ കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞും കൊണ്ട്. പിന്നെന്തുകൊണ്ടാണ് ചില വിമർശകർ അങ്ങനെ ആ ഒരു രീതിയിൽ കഥകളെ, താങ്കളുടെ ചില കഥകളെ അങ്ങനെ സമീപിക്കുന്നത്? ഇത് അംഗീകരിക്കാനുള്ള പ്രയാസം കൊണ്ടാണോ അതോ? ഇപ്പം ഞാൻ പറയാം, എൻ്റെ പ്രധാനപ്പെട്ട കഥകൾ എല്ലാം തന്നെ മോഷണങ്ങളാണെന്ന് പറയുന്നവരില്ലേ, പാവങ്ങളാണ്. അവരോട് നമുക്ക് സഹതാപേണ്ടത്.